ഹലോ ഗൈസ്, ഞങ്ങളിത് ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടി പോവാണ് കേട്ടാ. നഴ്സറിയിൽ വെച്ചിട്ട് നമ്മൾ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ആയിട്ടുണ്ട്. അമ്മീനെ കാട്ടിത്തരേ. അമ്മി, അമ്മേ നോക്ക്. നേരെ നിക്കടാ, നേരെ നിക്കടാ. കണ്ടാ, നമ്മളൊരു 10:15 നഴ്സറിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടീച്ചറുടെ ക്രിസ്മസ് ട്രീ ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഒറിജിനൽ ട്രീ ആണ്. എന്നിട്ട് അതിൽ നമ്മൾ ലൈറ്റ് അറേഞ്ചൊക്കെ ചെയ്തിട്ട് പിന്നെ ഇതുപോലത്തെ ഒരു ഗിൽറ്റിൻ്റെ മാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്റ്റാറുകൾ ഉണ്ടായിരുന്നേ. അതിങ്ങനെ നമ്മുടെ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് അങ്ങനത്തെ സ്റ്റാർ കുറേ സ്റ്റാർ പ്ലെയർ ചെയ്ത് തൂക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആമിക്കുട്ടി ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ്. കുറേ പേര് ഇങ്ങനെ സാന്റാക്ലാസിൻ്റെ വേഷമൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഫുള്ളൊരു റെഡ് മയന്നെയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാവരും കാണാനായിട്ട്. നമ്മളെത്തി കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കേക്ക് കട്ടിങ്ങും ചെറിയൊരു മിഠായി വിതരണം, ഒരു ഡാൻസ് കളിയും ഒരു പ്രെയറൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 11:30 ആകുമ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ കസാരയിലൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവരും കണ്ടോ തൊപ്പിയൊക്കെ വെച്ചിട്ട്. ആമീനെ കണ്ടില്ലേ, കുഞ്ഞ് സാന്റാക്ലോസ്, മിനി സാൻഡയാണ് കേട്ടോ. നല്ല കുംഭവയറൊക്കെ ഉള്ള സാന്റാക്ലോസ് ആണ് കേട്ടോ. ആമി നല്ല അതുപോലെ കഴിഞ്ഞ കൊല്ലം എടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് കഴിഞ്ഞ കൊല്ലം പാകമായിരുന്നു, ഇക്കൊല്ലം പാകമാണ്. കാരണം അവൾ വലിയ മാറ്റമൊന്നും വെച്ചിട്ടില്ല, കുറച്ച് ഹൈറ്റ് വെച്ചിട്ടുണ്ടെന്ന് തന്നെയുള്ളൂ. തടിയിലൊന്നും വലിയ മാറ്റമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ തൊപ്പിയൊക്കെ വെച്ചിട്ട് ആളിങ്ങനെ രസമാണ് എല്ലാവരുടെയും കൂടെ അങ്ങനെ കിടന്നിട്ട്. പിന്നെ എല്ലാവരും ഇതാ ചേർന്നിട്ട് പ്രയർ ചൊല്ലാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നത്. നമ്മൾ ശിശുദിനത്തിൻ്റെ അത്രയ്ക്ക് കുട്ടികളുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല എല്ലാവരും റെഡൊക്കെ ഇട്ടപ്പോഴേ നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാവരും നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ മക്കൾ. പിന്നെന്താ കുറേ കഴിഞ്ഞപ്പോൾ ആമിക്കുട്ടി കുറച്ചിങ്ങനെ വയലൻ്റ് ആവാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സേ കുറച്ചൊരു കട്ടിയുള്ള ഡ്രസ്സാണ്, നല്ല പഞ്ഞി പോലത്തെ. അതാകുമ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ. അത് ഇടുമ്പോൾ അത് അങ്ങനെ ഊരിക്കളയാനൊക്കെ അവൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ വട്ടം. പിന്നെ അതാ സാന്റാക്ലോസിൻ്റെ ജിങ്കിൾ ബാൻഡ് പാട്ടൊക്കെ വെച്ചിട്ട് കുറേ നേരം ഒരു ഡാൻസൊക്കെ കളിച്ചു കേട്ടോ കുട്ടികളെല്ലാവരും കൂടിയിട്ട്. ആമീനെ കുറേ നേരം ഞാൻ കൊണ്ടുവച്ച് നിർത്താൻ നോക്കി, പക്ഷെ അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവളൊക്കെ ഇതാ ബാക്കോട്ട് ഗേറ്റ് തുറന്ന് പോവാനാണ് നോക്കുന്നുണ്ടായിരുന്നത് കണ്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കുറേ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തപ്പി നടന്ന് എന്തൊക്കെയോ കാണുന്നുണ്ട്. ഇപ്പോഴൊക്കെ നഴ്സറിയിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കണം നിൽക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ 2 കൊല്ലം കൂടി കഴിഞ്ഞ് നഴ്സറിയിൽ ഇരിക്കേണ്ട കുട്ടിയാണ് അദ്ദേഹം. അപ്പോൾ ആ സമയത്തൊക്കെ എന്താവോ ചോദിച്ചൊരു പിടുത്തം കിട്ടണില്ല. ഇപ്പോൾ വലിയ കുഴപ്പം, ഉച്ചവരെയൊക്കെ ഇങ്ങനെ കാണാണ്ടൊക്കെ ഇങ്ങനെ നിൽക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നക്കാരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ല കുട്ടിയായിരിക്കട്ടെ. നഴ്സറിയിലൊക്കെ പോകുമ്പോഴേ ഇപ്പോഴൊന്നും അവൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ അവളുടെ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു 1/2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നായിരുന്നു കേട്ടോ. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ടീച്ചർ മേടിച്ചിട്ടുണ്ടായിരുന്നത്, മേരി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ട്. അപ്പോൾ അതെല്ലാവർക്കും മുറിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു. 1 kg എന്ന് തോന്നുന്നുണ്ട്, അത്ര പേരന്നെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും കുറേ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുമക്കളെല്ലാവരും കൂടിയിട്ട് ഇത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണേ. ഓൾമോസ്റ്റ് ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് എല്ലാവരും വിരുന്ന് പോക്കും കറങ്ങലും ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അത് കാരണം നമ്മുടെ നഴ്സറിയിൽ കുറച്ച് പിള്ളേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതൊന്നല്ല, നമ്മുടെ ശിശുദിനത്തിൻ്റെ വീഡിയോയിൽ എടുത്ത് നോക്കി അറിയാം കുറേ പേരുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കുട്ടികളൊക്കെ വിരുന്ന് പോക്കൊക്കെ ആയതുകൊണ്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഒരുപാട് കേക്കൊക്കെ ബാക്കിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാലും അടിപൊളിയായിട്ടോ, എനിക്കിഷ്ടമായി. നമ്മളതിനെ എല്ലാ പരിപാടിക്കും ടീച്ചർ വിളിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ പ്രൈമറി ടീച്ചറിനെ. കാരണം എന്താ പറയുക, ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻ്റാണ് ടീച്ചറായിട്ട്. നല്ല ടീച്ചറാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്. എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒന്നും എന്താ പറയുക, ഒന്നും വേണ്ട എന്ന് വെക്കാറില്ല കേട്ടോ. എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടിക്കും ടീച്ചർ ഒരു പീസ് കേക്ക് കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ ആമിക്കുട്ടി കേക്കൊക്കെ കഴിച്ച് ഗുഡ് ഗേൾ ആയിട്ട് ഇരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. രക്ഷിതാക്കളും കുട്ടികളൊക്കെ കൂടിയിട്ട് കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ എല്ലാവരുടെയും നാട്ടിലും വീട്ടിലൊക്കെ ഇങ്ങനെ ഇതുപോലെ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചോ? എല്ലാവരും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ നഴ്സറിയിലൊക്കെ ഇങ്ങനെ ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ മക്കളൊക്കെ ആയിട്ട് കുറേ നേരം കളിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.